പരാജയം അംഗീകരിക്കുന്നു, തിരുത്തി മുന്നോട്ട് പോകും. യെസ്, തീർച്ചയായിട്ടും പരാജയം തന്നെയാണ്. അത് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു ജനവിധി എപ്പോഴും അംഗീകരിക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ തുടർന്ന് ജനങ്ങളാണ് ഏറ്റവും വലുത്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഞങ്ങളോടുള്ള വിമർശനങ്ങൾ എന്താണ് എന്ന് കൂടുതൽ പഠിച്ചുകൊണ്ട് ആ കാര്യത്തിൽ പാർട്ടി എന്നുള്ള രൂപത്തിൽ തിരുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തിരുത്തി, സർക്കാർ എന്നുള്ള തലത്തിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളത് ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഒരു അപ്രതീക്ഷിതമായ പരാജയമായി പോയോ? എന്താണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയം തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന കാര്യങ്ങളും മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുമെല്ലാം ജനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആകെ പ്രതീക്ഷ. എന്നാൽ അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF ഏത് രീതിയിലും അധികാരത്തിലെത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്താണ്. അത് അവരെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഏത് വിധേനയും അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ഏത് മാർഗം സ്വീകരിക്കുക എന്നുള്ളിടത്ത് അവരെത്തിച്ചേരും. എല്ലാ വർഗീയ ശക്തികളുമായി തെരഞ്ഞെടുപ്പ് ധാരണയും പരസ്യ മുന്നണി സംവിധാനത്തിലേക്ക് അവർ കടന്നുവരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ആപൽക്കരമായ തെരഞ്ഞെടുപ്പ് സഖ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമം നടത്തിയിരുന്നു. അത് ഇവിടെ പ്രായോഗികമായി ഞങ്ങൾക്കെതിരായി അവർ ശക്തമായി ഇവിടെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അവസരത്തിനനുസരിച്ചിട്ട് എല്ലാ വർഗീയ ശക്തികളുമായി മതരാഷ്ട്രവാദികളുമായി തെളിഞ്ഞും ഒളിഞ്ഞും അവസരം പോലെ അവർ മാറി മാറി ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള മറ്റൊന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഗവൺമെന്റിനെതിരായിട്ടുള്ള പല വിമർശനങ്ങളുണ്ടോ എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വഴി സർക്കാർ വഴി പരിശോധിക്കുമെന്നുള്ളത് സംസ്ഥാന നേതൃത്വവും ഇന്നലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പരാജയത്തിൽ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിക്കും വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച്, ദൗർബല്യങ്ങളെ സംബന്ധിച്ച്, ഓരോ വാർഡിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായിട്ട് വിലയിരുത്തിക്കൊണ്ട്, സൂക്ഷ്മതലത്തിൽ തന്നെ വിലയിരുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള പണം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏതറ്റം വരെയും ആ പോരാട്ടവുമായിട്ട് ഞങ്ങൾ തുടർന്നും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. രാജ്യത്തിനകത്ത് ഫാസിസ്റ്റ് വർഗീയത തുടർന്നു വരുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കും. അതിൻ്റെ ആപൽക്കരമായ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഒരു ആപൽക്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം കൂടിയാണ് UDF ഇവിടെ തുടർന്നു വന്നിട്ടുള്ളത്. ഭാവി കേരളത്തിൽ കോൺഗ്രസും ലീഗും അതിൻ്റെ ആ ആത്മഹത്യാപരമായ നിലപാടിൻ്റെ തിക്താനുഭവങ്ങൾ ഭാവിയിൽ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജില്ലയിലേക്ക് വരുമ്പം ഈ പെരിന്തൽമണ്ണ പോലെയുള്ള എക്കാലത്തും LDF നിന്നിരുന്ന നഗരസഭകളും
അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? ഞാനതാണ് മുൻകൂട്ടി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൂക്ഷ്മതലത്തിൽ തന്നെ ഞങ്ങൾ പരിശോധിച്ചു. പൊതുവെ അവിടെ ഉൾപ്പെടെ ഈ ഒരു സഖ്യം വളരെ ശക്തമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഏലംകുളത്തായിരുന്നാലും പെരിന്തൽമണ്ണയിലായിരുന്നാലും ഇവിടെയെല്ലാം പുലാമന്തോളായിരുന്നാലും ഇവിടെയെല്ലാം അവിടുത്തെ ഭരണ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അവിശുദ്ധ സഖ്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അവസരോചിതമായി ഭൂരിപക്ഷ വർഗീയതയും അതിന് വാർഡ് തലങ്ങളിൽ ഉപയോഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നജീബ് കാന്തപുരം എല്ലാം ആരോപിക്കുന്നത് ഏലംകുളം പഞ്ചായത്തിലടക്കം CPM-ഉം BJP-യും തമ്മിൽ ഒരു കൂട്ടുകെട്ട് പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ UDF-നെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ സീറ്റ് നിലനിർത്തുക. ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ രാജ്യത്തിനകത്ത് RSS-നെതിരായി ഹിന്ദു വർഗീയതയ്ക്കെതിരായി ശക്തമായി പോരാടിയതിന്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ചുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കോൺഗ്രസിന് ആ രൂപത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നൂറുകണക്കിന് സഖാക്കളാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമായി RSS-ന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷികളായിട്ടുള്ളത്. ആ പാർട്ടി അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഇടപാടിനും തയ്യാറാവില്ല. ഈ ജില്ലയിൽ ഇപ്പം UDF അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം നേടി. അപ്പം അവരുടെ പാരമ്പര്യമായിട്ടുള്ള വോട്ടുകൾക്കപ്പുറത്ത് അവർ അവകാശപ്പെടുന്നത് LDF-ന്റെ അടക്കമുള്ള വോട്ടുകൾ നേടി എന്നുള്ളതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ 10 വർഷക്കാലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനക്ഷേമകരവും അതോടൊപ്പം തന്നെ സമഗ്രമായ വികസനവും ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. പക്ഷെ അത് മുഴുവൻ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞങ്ങളെ ആത്മപരിശോധനയ്ക്ക് ഒന്ന് വിധേയമാക്കുന്നത്. വികസനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ഞങ്ങൾ വിജയിച്ചിട്ടില്ല. അതിന്റെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളെ പോലും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വീഴ്ച കൂടി ഇതിനകത്തുണ്ട്. ആ കാര്യങ്ങൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട്. അതോടൊപ്പം തന്നെ ഇപ്പം UDF പറയുന്നത് ഇതൊരു സെമി ഫൈനൽ പോരാട്ടമാണ്, ഇനി ഫൈനൽ വരാനിരിക്കുന്നു, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ഇതിലും വലിയ വിജയം നേടുമെന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അത് അവരുടെ അവകാശബോധം മാത്രമാണ്. ഒരു പരാജയം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള വിജയമല്ല ഒരു തെരഞ്ഞെടുപ്പിലും, എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയത്തെ മറികടന്നുകൊണ്ടാണ് തുടർഭരണത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള പെശകുകൾ എന്താണെന്നുള്ളത് ആത്മപരിശോധന നടത്തിക്കൊണ്ട് സ്വയം വിമർശനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ വിമർശനം ശക്തമായിട്ട് തന്നെ പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും നടത്തിക്കൊണ്ട് ഞങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മതനിരപേക്ഷത, കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് ഒരു തരത്തിലുള്ള മതസ്പർദ്ധ പോലും ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായിട്ടില്ല. അത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ആ ഒരു നേട്ടം കേരളത്തിന് കൈവരിക്കാനായത്. അതിനോടൊപ്പം തന്നെ രാജ്യത്തുനിന്ന് വ്യത്യസ്തമായി മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതരായി ജീവിക്കുന്നത് ഈ കേരള സംസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ കാണണം. അത് ഇടതുപക്ഷ അടിത്തറയാണ്. ആ അടിത്തറ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവർ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ മുൻകൈയെടുക്കും. ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളെടുത്ത് എന്തെങ്കിലും പെശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആത്മപരിശോധനയിലൂടെ അത് തിരുത്തിക്കൊണ്ടു. പരാജയം അംഗീകരിക്കുന്നു, തിരുത്തി മുന്നോട്ട് പോകും. യെസ്, തീർച്ചയായിട്ടും പരാജയം തന്നെയാണ്. അത് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു ജനവിധി എപ്പോഴും അംഗീകരിക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് തുടർന്ന് ജനങ്ങളാണ് ഏറ്റവും വലുത്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഞങ്ങളോടുള്ള വിമർശനങ്ങൾ എന്താണ് എന്ന് കൂടുതൽ പഠിച്ചുകൊണ്ട് ആ കാര്യത്തിൽ പാർട്ടി എന്നുള്ള രൂപത്തിൽ തിരുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തിരുത്തി, സർക്കാർ എന്നുള്ള നിലയ്ക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളത് ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആ തിരുത്തലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെയാണ് ബാധിക്കുക? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇതിന്റെ ആവർത്തനം
മറ്റൊരു തെരഞ്ഞെടുപ്പിലുണ്ടാവില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരുന്നല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നത്. അതും മുൻവർഷത്തേനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. ആ സന്ദർഭമാകുമ്പോഴേക്കിന് രാജ്യത്തെ ഇഷ്യൂസ് മാറി, അതിനോട് ഇടതുപക്ഷം എടുക്കുന്ന സമീപനങ്ങൾ മാറി. ആ സമീപനങ്ങൾ തന്നെയാണ് ആത്മവിശ്വാസം നൽകിയത്. അതിനോടൊപ്പം തന്നെ പെശകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് വേണ്ടത്. അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിക്കും. ഏതായാലും പരാജയത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇനി അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് VP അനിൽ പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.